നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. മുന്നേ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതം എപ്പോഴും സന്തോഷം തേടിക്കൊണ്ടുള്ളതാണ്. പക്ഷേ നമ്മൾക്ക് ഒരിക്കലും പൂർണ്ണമായ സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, അത് ശരിയല്ലല്ലോ, ഞാൻ എൻ്റെ കുടുംബത്തോട് കഴിയുമ്പോഴും പണം സമ്പാദിക്കുമ്പോഴും വീട് വയ്ക്കുമ്പോഴും എൻ്റെ മക്കൾക്ക് നല്ലത് നടക്കുമ്പോഴും അങ്ങനെ പല പല കാര്യങ്ങളിലും നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടല്ലോ. നിങ്ങളൊന്ന് ചിന്തിക്കണം, നമ്മൾ എപ്പോഴും ഈ സമൂഹത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ചെറുപ്പത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും പറയും, നന്നായി പഠിച്ചാൽ നല്ല ജോലി കിട്ടി സന്തോഷമായി ജീവിക്കാം. അത് കഴിഞ്ഞാൽ നല്ല പണം സമ്പാദിച്ചാൽ സന്തോഷമായി ഇരിക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഒരു കല്യാണം കഴിക്കാം. കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾ വേണം. പിന്നെ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കല്യാണം, അവരുടെ മക്കൾ, അങ്ങനെ നമ്മുടെ സന്തോഷം തേടി ഉള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഈ യാത്രയിൽ എവിടെങ്കിലും വച്ച് നമുക്ക് പൂർണ്ണമായ സന്തോഷം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ യാത്ര തുടരുമായിരുന്നു. ഒരു മനുഷ്യൻ സന്തോഷവാൻ അല്ലാത്തത് കൊണ്ടാണ് അവൻ സന്തോഷം തേടുന്നത്. അതിലർത്ഥം നമ്മൾ ഇതെല്ലാം ഒഴിവാക്കണമെന്നല്ല. പക്ഷേ നമ്മുടെ സന്തോഷം പുറം ലോകത്തിൽ നിന്നും കിട്ടുന്നതല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാകേണ്ടത് എന്ന സത്യം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്തൊക്കെ നേട്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടായാലും നമ്മുടെ മനസ്സ് ശാശ്വതമായ സന്തോഷവും സമാധാനവും അനുഭവിക്കും. നമ്മൾ വിചാരിക്കും, ഒരു വസ്തു നമുക്ക് സന്തോഷം തരുമെന്ന്. പക്ഷെ അത് കിട്ടാത്തപ്പോൾ അതേ വസ്തു നമുക്ക് ദുഃഖവും തരും. നമുക്ക് വേണ്ടപ്പെട്ടവർ കൂടെ ഉള്ളപ്പോൾ സന്തോഷവും, ഇല്ലാത്തപ്പോൾ ദുഃഖവും. ബാങ്ക് ബാലൻസ് കൂടുമ്പോൾ സന്തോഷവും, കുറയുമ്പോൾ ദുഃഖവും. സ്വന്തമായി വീട് ഉണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ ദുഃഖം. സമൂഹത്തിൽ അംഗീകാരം കിട്ടുമ്പോൾ സന്തോഷം, അതില്ലെങ്കിൽ ദുഃഖം. അങ്ങനെ നമ്മുടെ സന്തോഷം പുറം ലോകവും ആയി ബന്ധപ്പെട്ടിരിക്കുന്നു. ആർക്കും എന്തിനും നമ്മുടെ സന്തോഷം ഇല്ലാതാക്കാൻ കഴിയും. വഴിയിലൂടെ പോകുന്ന ഒരാൾക്ക് കൂടെ നമ്മുടെ സന്തോഷം ഇല്ലാതാക്കാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ സന്തോഷത്തിൻ്റെ റിമോട്ട് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്ത് നമ്മൾ ജീവിക്കേണ്ടതുണ്ടോ? ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നമ്മൾ പുറത്തിൽ നിന്നും പരിഹാരം തേടുന്നത് കൊണ്ടാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് കാലിൽ ഒരു മുറിവുണ്ടായാൽ നമ്മൾ അതിൽ മരുന്ന് വയ്ക്കുമല്ലേ? അല്ലത് കാലിന് പകരം കൈകൾക്കോ മനസ്സിനോ അല്ലല്ലോ മരുന്ന് വെക്കുന്നത്. അതേപോലെ നമ്മുടെ മനസ്സിൽ ഒരു മുറിവുണ്ടായാൽ അല്ലെങ്കിൽ ഒരു വിഷമം വന്നാൽ മരുന്ന് വെക്കേണ്ടത് അല്ലെങ്കിൽ പരിഹാരം നൽകേണ്ടത് മനസ്സിനല്ല, അല്ലാതെ ശരീരത്തിനല്ലല്ലോ. നമ്മൾ പുറത്തുള്ള പ്രശ്നങ്ങൾക്ക് പുറത്തിൽ നിന്ന് തന്നെയും അകത്തുള്ള പ്രശ്നങ്ങൾക്ക് അകത്തിൽ നിന്ന് തന്നെയും പരിഹാരം കാണേണ്ടത്. സങ്കടം, വേദന എന്ന് പറയുന്നത് മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ്. അതിൽ നിന്നുള്ള ഉത്തരം അകത്തിൽ തന്നെ തേടണം, അല്ലാതെ പുറത്ത് തേടിയിട്ട് കാര്യമില്ല.
ഉദാഹരണത്തിന് നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എടുക്ക്. എല്ലാവരും അവരുടെ ഇഷ്ട ഭക്ഷണം പറയും. ബിരിയാണി, ഫ്രൈഡ് റൈസ്, ഷവർമ, പിസ്സ, ഐസ്ക്രീം. നിങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ചോദിക്ക്, ഈ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ട ഭക്ഷണത്തിൽ ആണ് ഉണ്ടെങ്കിൽ ആ ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടമാവണ്ടേ? പിന്നെ എങ്ങനെയാണ് എല്ലാവരുടെയും ഇഷ്ടങ്ങൾ വേറെ വേറെ ആകണത്? എങ്ങനെയാണ് ഒരേ ഭക്ഷണം ഒരാൾക്ക് സന്തോഷത്തെയും മറ്റൊരാൾക്ക് ദുഃഖത്തെയും കൊടുക്കുന്നത്? ഒരേ കാർ ഒരാൾക്ക് ഇഷ്ടവും മറ്റേയാൾക്ക് അനിഷ്ടവും ഉണ്ടാക്കുന്നത്? ഒരേ നിറം ഒരാൾക്ക് പ്രിയവും മറ്റൊരാൾക്ക് അപ്രിയവും ആകുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം ശാസ്ത്രജ്ഞന്മാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം യഥാർത്ഥത്തിൽ സന്തോഷം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ ഉള്ള കാര്യമല്ല, അതൊരു മനസ്സിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് ഒരേ വസ്തു ചിലർക്ക് സന്തോഷവും മറ്റു ചിലർക്ക് ദുഃഖവും നൽകുന്നത്. ഞാനിതൊക്കെ എങ്ങനെ മനസ്സിലാക്കി? ഞാനും നിങ്ങൾ പോലെ തന്നെ ഇതേപോലെ തന്നെ സന്തോഷം തേടി നടന്ന ഒരാളാണ്. എനിക്ക് ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നു, ഇല്ലാതായിട്ട് ഒന്നും തന്നെ ഇരുന്നതില്ല. പക്ഷെ ഇപ്പോൾ എൻ്റെ ജീവിതം വളരെ മാറി. ഇന്നെനിക്ക് പണമോ ഭക്ഷണമോ ഫോണോ ടിവിയോ ഒന്നും തന്നെ വേണ്ട സന്തോഷമായിരിക്കാം. എന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഈ മഹത്വം ആണ് ബുദ്ധൻ്റെ ജ്ഞാനം എനിക്ക് തന്നത്. ഞാനും നിങ്ങൾ പോലെ തന്നെ അച്ഛനോടെയും അമ്മയോടെയും കുടുംബത്തോടെയും ഒപ്പം ജീവിച്ച ഒരാളാണ്. പക്ഷേ ഇന്നത്തെ എന്നിലെ മാറ്റം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ്. ഞാൻ എന്തിനാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത്? കാരണം എനിക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയും. എനിക്ക് പ്രകൃതിയുടെ സത്യം മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല? അതുകൊണ്ട് ദയവായി നിങ്ങൾ എല്ലാവരും ഞാൻ ഇന്ന് പറഞ്ഞതേ പറ്റി യുക്തിപരമായി ആലോചിച്ച് നോക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.